അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം. അർജുന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോ വന്നെന്ന് വിചാരിച്ചോളി. എന്താ ചെയ്യാനുള്ളത്? അളിയനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും. അല്ല, ഇപ്പൊ പല ഫണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവോടല്ല. ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ മാനാഞ്ചിറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും, കല്ലെറിഞ്ഞു കൊന്നാളെന്റെ. ഞാൻ കുടുംബകലഹം ഉണ്ടാക്കരുതെന്നായിരിക്കും. അല്ല, അളിയൻ ദയവ് ചെയ്ത് ഇനി ഈ വീട്ടിൽ അൽവ വാങ്ങിച്ചോട്ട് വരരുത്. അളിയൻ ഇനി ഈ വീട്ടിൽ അലുവയും കൊണ്ട് വരരുത്. ഞങ്ങൾ പ്രേക്ഷകർക്ക് അതേ പറയാനുള്ളൂ. ഔചിത്യം എന്നൊരു സാധനം ഉണ്ടല്ലോ, അതെന്താണെന്ന് അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം അളിയ. അർജുനനെ കിട്ടുന്നതുവരെ മനാഫിനെതിരെ ഒരു പരാതിയും പറയാതിരുന്ന അർജുനന്റെ അനിയൻ ഇന്നലെ വന്ന് അളിയൻ വന്നൊരു വാർത്താ സമ്മേളനം നടത്തി. എന്റെ പൊന്നളിയ, എന്തിനായിരുന്നു അത്? മലയാളികൾക്ക് അർജുന്റെ കുടുംബവും മനാഫും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് വീടിനകത്ത് വെച്ചാണ്. അല്ലാതെ ഒരു കാര്യവുമില്ലാതെ നാട്ടുകാരെയും മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു വാർത്താ സമ്മേളനം വിളിച്ച് മണിക്കൂറുകളോളം ഇരുന്ന് കുറ്റം പറയുന്നു. മനാഫിനെ ശരിക്കും പറഞ്ഞ അളിയൻ അങ്ങനെ കുറ്റം പറയുന്നത് കാണാൻ ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നേയില്ല. ഈ 2.5 മാസത്തോളം നിങ്ങൾക്കൊപ്പം ഒരേ മനസ്സോടെ ചേർന്ന് നിന്നവരാണ് മലയാളികൾ. അത് അർജുനനെ കണ്ടുകിട്ടാൻ വേണ്ടിയായിരുന്നു. കിട്ടി. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈഗോ തീർക്കുന്നത് കാണാനും നിങ്ങളുടെ പട്ടി ഷോ കാണാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല അളിയ. അളിയൻ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് മനാഫിനെതിരെ പറഞ്ഞത് യൂട്യൂബ് തുടങ്ങി, പണം പിരിച്ചു, ട്രാൻസ്പോർട്ട് കമ്പനിക്ക് അർജുനന്റെ പേര് നൽകി, മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുന്നു, കുട്ടിയെ ഏറ്റെടുത്തു എന്നൊക്കെയാണല്ലോ. മനാഫിനെതിരെ മാത്രമല്ല, ആ വെള്ളത്തിൽ മുങ്ങി താണുകൊണ്ടിരുന്ന ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും അളിയന് പരാതിയുണ്ട്. അളിയ, ഇച്ചിരി വകതിരിവ് വേണ്ടേ? എന്തൊക്കെ മൈക്ക് കെട്ടി പറയാം, എന്തൊക്കെ വീടിനകത്ത് പറയാം എന്നൊക്കെ ഇച്ചിരി വകതിരിവ് എല്ലാ അളിയന്മാർക്കും വേണ്ടതല്ലേ? മിനിമം വകതിരിവ്. എന്തൊക്കെയാണ് നിങ്ങൾ ഇന്നലെ കാട്ടിക്കൂട്ടിയത് ആ വാർത്താ സമ്മേളനത്തിൽ? യൂട്യൂബ് എന്നത് ഫേസ്ബുക്ക് പോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അത് ആർക്ക് വേണമെങ്കിലും തുടങ്ങാം. അത് ആര് തുടങ്ങിയാൽ അത് കൊലക്കുറ്റമൊന്നും അല്ല. എന്തായാലും അളിയൻ ആ യൂട്യൂബിന്റെ ഐശ്വര്യം എന്നേ പറയാനുള്ളൂ. ആകെ ഒരു 10,000 താഴെ എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലാണ്. 5ഉം 10ഉം വ്യൂ ആണ് വീഡിയോകൾക്ക് ഉണ്ടായിരുന്നു. ആരും അതൊന്നും പോയി കാണുന്നുണ്ടായിരുന്നില്ല. ആ ചാനലിനെ ഇന്നലത്തെ അളിയന്റെ ഒരൊറ്റ വാർത്താ സമ്മേളനം കൊണ്ട് 1,00,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ആവശ്യത്തിലേറെ വ്യൂവുമായി കിട്ടിയിട്ടുണ്ട്. നന്ദി അളിയാ, നന്ദി. സത്യത്തിൽ മനാഫ യൂട്യൂബിന്റെ കവർ പിക്ചറായിട്ട് അളിയൻ ഈ വീടിന്റെ ഐശ്വര്യം എന്നൊരു തംബ്നെയിൽ ശരിക്കും ഇട്ട് വെക്കേണ്ടതാണ് കവർ പിക്ചറായിട്ട്. ദ്രോഹിക്കാൻ വേണ്ടിയാണെങ്കിലും അളിയൻ ചെയ്ത വലിയൊരു ഉപകാരമാണ് ഈ യൂട്യൂബ്. മനാഫിനൊരു യൂട്യൂബ് ഉണ്ടെന്ന് പോലും മനുഷ്യർ അറിയുന്നത് ഇന്നലെയാണ്. ഈ മനാഫിന് എത്രമാത്രം ബിസിനസ് ഉണ്ട്. അയാൾക്ക് കേരളത്തിനകത്തും പുറത്തുമൊക്കെ എത്രയധികം കച്ചവടങ്ങളുണ്ട്. ആ മനുഷ്യന് ഒരു യൂട്യൂബ് നടത്തി അതിൽ നിന്ന് പിച്ച പൈസ ഉണ്ടാക്കി ജീവിക്കേണ്ട ഗതികേടുണ്ടെന്ന് നിങ്ങൾ ശരിക്കും വിചാരിക്കുന്നുണ്ടോ അളിയാ? പറയുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ആളുകൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയണ്ടേ? അയാൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ളത് അയാളുടെ വീട്ടിലുണ്ട്. നയിച്ച് തിന്നാൻ നല്ല ആരോഗ്യമുണ്ട്. അയാൾ ആ യൂട്യൂബ് തുടങ്ങിയത് അർജുൻ്റെ വാർത്തകൾ പുറത്തെത്തിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾ മറന്നു പോകാത്തൊരു കാര്യമുണ്ട്. വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ മീഡിയ മുഴുവൻ വയനാട്ടിലായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല അർജുനന്റെ വാർത്തകൾ നൽകാൻ. അപ്പോൾ മനാഫ് തുടങ്ങിയതാണ് ഈ യൂട്യൂബ്. കാശുണ്ടാക്കാൻ വേണ്ടിയല്ല, വാർത്ത മുങ്ങിപ്പോകാതിരിക്കാൻ അയാൾ സ്വയം ഒരു മാധ്യമമായി മാറിയതാണ്. അത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അപമാനിക്കരുത്, വൃത്തികേട് പറയരുത്. മനാഫ് പണം പിരിച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ മനാഫ് അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങിക്കോളും. നിങ്ങൾ നിയമപരമായി തന്നെ പോകണം. ഇതിലിപ്പോൾ നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒന്ന് അതാണല്ലോ, മനാഫ് പണം പിരിച്ചു. അതൊരു കുറ്റകൃത്യമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ നിയമപരമായ വഴിക്ക് പോകണം. ഓൾറെഡി ഇപ്പോൾ കർണാടകയിലൊക്കെ കേസ് എടുത്തിട്ടുണ്ടല്ലോ മനാഫിനെതിരെയും ഈശ്വര മാൽപ്പയ്ക്കെതിരെ. അപ്പോൾ കേരളത്തിൽ നിങ്ങൾ കോഴിക്കോട് പോയി ഒരു കേസ് കൊടുക്കുക. അങ്ങനെ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി തന്നെ മനാഫിനെ നേരിട്. പിന്നെ പേരിടുന്നത്, ലോറിക്ക് പേരിടുന്നത് അർജുൻ എന്നുള്ള പേരൊരു പുരാണ കഥാപാത്രമാണ്. ധർമ്മപുത്രർ, അർജുൻ, ഭീമൻ, നകുലൻ, സഹദേവൻ, ഈ പേരൊക്കെ ആർക്കും ഇടാം, എന്തിനും ഇടാം. ഇതൊക്കെ പൊതു നാമങ്ങളാണ്. മനാഫിനും ഇടാം ഈ പേര് വേണമെങ്കിൽ. പിന്നെ ഇന്റർവ്യൂ നൽകുന്നത് ഇതൊരു കുറ്റാണോ? മാധ്യമങ്ങൾ അങ്ങോട്ട് പോയി ചോദിക്കില്ലേ, നിങ്ങൾ ഒന്ന് സംസാരിക്കൂ എന്ന്. അപ്പോൾ ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു കുറ്റമാണോ? നിങ്ങൾക്ക് ഇത്രയും ദിവസം മനാഫ് സംസാരിച്ചപ്പോൾ അതിൽ വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം എന്തായിരുന്നു? അർജുനനെ കിട്ടാൻ വേണ്ടി മാധ്യമങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ, വാർത്ത കത്തിച്ച് നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് മനാഫിന്റെ സംസാരം ആവശ്യമായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനാഫ് സംസാരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ?
മനാഫ് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ട് തന്നെയാണ് ഈ വിഷയം മാധ്യമ ശ്രദ്ധയിൽ വന്നതും മാധ്യമങ്ങൾ ഈ വിഷയത്തിന് പുറകെ നിന്നതും. ഇനി കുട്ടീനെ ഏറ്റെടുത്ത് നടത്തുന്ന കാര്യം, അതൊക്കെ മനാഫ് ചിലപ്പോൾ ഭയങ്കര വൈകാരികമായി പറഞ്ഞു പോയതായിരിക്കും. സ്നേഹം കൊണ്ട് ചിലപ്പോൾ മനുഷ്യർ എന്തെങ്കിലുമൊക്കെ പറയും. വൈകാരികമായിട്ട് ഇത്രയും ദിവസം ഇങ്ങനെ അവിടെ നിന്ന് അർജുനെ കിട്ടി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ വൈകാരികമായി പറഞ്ഞതായിരിക്കാം. മനാഫിന് വേണമെങ്കിൽ അതൊക്കെ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ മനുഷ്യർ സ്നേഹം കൊണ്ട് ഇങ്ങനെ പലതും പറഞ്ഞു പോവില്ലേ? അതൊക്കെ ഇത്ര വലിയ കുറ്റായിട്ട് കാണേണ്ടതുണ്ടോ? ഇനി നിങ്ങൾക്ക് മനാഫ് നിങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കുകയേ വേണ്ട എന്നാണെങ്കിൽ അത് മനാഫിനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ? അതിനെന്തിനാണ് ഒരു വാർത്താ സമ്മേളനത്തിന്റെ ആവശ്യമുണ്ടോ? അളിയാ, വകതിരിവ് എന്ന് പറയുന്നത് കടയിൽ വാങ്ങാൻ കിട്ടില്ല കേട്ടോ, സ്വന്തമായിട്ട് വേണം. ഇനി ലോറി ഉടമ മനാഫ് അല്ല മുബീനാണെന്നാണ് നിങ്ങളുടെ മറ്റൊരു ആരോപണം. അങ്ങനെ പല വണ്ടികൾക്കും RC ഓണർമാർ പലരും അല്ലേ, ആണുങ്ങൾ പലരും വണ്ടി വാങ്ങുന്ന അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ പേരില്ല. വലിയ ആക്സിഡന്റ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ കാണാറില്ലേ അമ്മയും ഭാര്യയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിപ്പോകുന്നത്? മനാഫിന്റെ അനിയനല്ലേ ഈ മുബീൻ എന്ന് പറയുന്നത്, അതിലെന്താ കുഴപ്പം? അതൊക്കെ പോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ ഭയങ്കര പുണ്യാളനായ മുബീന് അർജുനനെ കിട്ടിയ ദിവസം മനാഫിനെ കുറിച്ച് എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. പിന്നെ മുബീൻ പറഞ്ഞത് നിങ്ങൾ വിശ്വാസമാണല്ലോ, അപ്പം മനാഫിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ പോസ്റ്റ് നിങ്ങൾ വിശ്വസിക്കണല്ലോ. മുബീൻ എഴുതുന്നത് ഇങ്ങനെയാണ്: വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ, സകലയിടത്തും സുരക്ഷിത സ്ഥാനങ്ങളിലിരുന്ന് ആളുകൾ തെറി പറയുകയായിരുന്നു. ഒരു ദയവുമില്ലാത്ത വാക്കുകൾ കൊണ്ട് അപമാനിച്ചു, ആക്രമിച്ചു, ട്രോളുകൾ നിരത്തി. അനന്തരം അവർ അങ്ങനെ പലതും ആഘോഷിച്ചു. പലയിടങ്ങളിൽ അടുത്ത് ഇരകളെ തേടിപ്പോയി. പക്ഷേ അന്നും ഇന്നും മഴയും വെയിലും വകവെക്കാതെ രാവും പകലും പോയതുപോലും അറിയാതെ തുടർച്ചയായി തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി അയാളെ തല്ലുകൊണ്ടു, തർക്കിച്ചു, നിലവിളിച്ചു. ഒടുവിൽ ചേതനയേറ്റ ശരീരമെങ്കിലും അർജുന്റെ വീട്ടുകാർക്ക് ഒരു ഉത്തരം കിട്ടാനെങ്കിലും അയാളുടെ പോരാട്ടം കൂടിയാണ് കാരണം. മനാഫ് ഒപ്പം ജിതിനും ഇടനെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു എന്നാണ് മുബീൻ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ്. ഇതെങ്കിലും നിങ്ങൾക്കൊന്നും വക വെച്ചിട്ട് മിണ്ടാതിരുന്നൂടെ? നിങ്ങളെ വലിയ ആളല്ലേ മുബീൻ. അളിയ, ഈ വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി നിങ്ങൾ ശരിക്കും എന്തിനാണ് ഇത്രയും ദിവസം കാത്തു നിന്നത്? നിങ്ങൾക്ക് ഭയങ്കര അതൃപ്തി ഉണ്ടായിരുന്നു മനാഫിനോട്. എന്തിനാണ് തള്ളിപ്പറയൽ നേരത്തെ ആകാമായിരുന്നില്ലേ? എങ്കിൽ ഇത്രയും ദിവസം മനാഫ് ആ മുട്ടറ്റൻ ചെളിയിലും വെള്ളത്തിലും മഴയിലും നിന്ന് ഇങ്ങനെ നിൽക്കണമായിരുന്നു അവിടെ. മനാഫിന് തിരിച്ചു പോരായിരുന്നല്ലോ. നിങ്ങൾ ഇങ്ങനെയാണ് അദ്ദേഹത്തോട് പ്രതികരിക്കാന്ന് പറഞ്ഞാൽ നന്ദി വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് മനുഷ്യത്വം കാണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ബോഡി കിട്ടുന്നവരെ നിങ്ങൾക്ക് മനാഫിനെ വേണമായിരുന്നു, ഇപ്പം വേണ്ട. മനുഷ്യനാകണം. ആ പാട്ടുണ്ടല്ലോ, മനുഷ്യനാകണം എന്നുള്ള, അത് അത്രേ പറയാനുള്ളൂ. മനാഫെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. കുറേ ദിവസമായില്ലേ ഇതിൻ്റെ പുഴകയൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നു. ഇനി നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലേക്ക് ഇരിക്കുകയും കുറച്ച് ദിവസം സംസാരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുക. ആലോചിച്ചും ചിന്തിച്ചുമൊക്കെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ നമ്മളെ സ്നേഹിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ല, നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത് എന്നാൽ എടുത്തോ എന്ന് പറയാനും പറ്റില്ല. ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് സ്വന്തം കാര്യം നോക്കി പോ ചെങ്ങായി, മതി. എന്തിനാണ് ഈ നാട്ടുകാരുടെ വായിലിരിക്കണോ കേൾക്കണത്? നിങ്ങൾ നിങ്ങളെ ജീവിതം നോക്കി മുന്നോട്ട് പോ, സ്വന്തം കാര്യം നോക്കി ജീവിക്കും. മനാഫ്, നിങ്ങളെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ശരിക്കും ഇനി അളിയനോടും മനാഫിനോടും കൂടെ ഒരു പൊതു കാര്യം പറയാനുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയി, ഇതൊക്കെ ഓക്കെ, ഇതുവരെ ഞങ്ങളുടെ വിഷയം കൂടിയായിരുന്നു. ഇപ്പം നിങ്ങൾ നടത്തുന്ന ഈ പട്ടി ഷോയും നിങ്ങളുടെ ഈഗോ ക്ലാഷും നിങ്ങളുടെ മത്സരമൊക്കെ നിങ്ങളുടെ മാത്രം കാര്യമാണ്. അർജുനൻ വെള്ളത്തിലായിരുന്നു ഇത്രയും ദിവസം കിടന്നത്. നിങ്ങളെല്ലാവരും കൂടി അർജുനെ പൊക്കിയെടുത്തു. ആ ആത്മാവിന് ശാന്തി കിട്ടി. ഇനി നിങ്ങൾ ആ പുഴയിലെ ബാക്കിയുള്ള ചേലി വാരി പരസ്പരം എറിയരുത്, ഞങ്ങളുടെ മുഖത്തേക്കും എറിയരുത്. നിങ്ങൾക്ക് ആർക്കും ഒരു പണിയില്ലെങ്കിൽ പോയി 4 വാഴ നട്. അളിയൻ ഇനി വീട്ടിൽ അലുവയും കൊണ്ടുവരരുത്.